ഹായ് ഹലോ എവരിവൺ, എല്ലാവർക്കും ഫോട്ടോഗ്രാഫിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നൊരു കോളിഫ്ലവർ മസാലയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നല്ല നാടൻ രീതിയിൽ എങ്ങനെയാണ് നമ്മൾ ഈ കോളിഫ്ലവർ മസാല ഉണ്ടാക്കുക എന്ന് നോക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കോളിഫ്ലവർ കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യം സബോളയാണ്. ഞാനിവിടെ 2 സബോളയാണ് എടുത്തിട്ടുള്ളത്. 2 സബോള നീളനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളകാണ്. അത് അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ്, 2 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വെളുത്തുള്ളിയും അതേപോലെ തന്നെ ഇഞ്ചിയും രണ്ടും കൂടി ഞാൻ 1 ടേബിൾ സ്പൂൺ ഉള്ള കണക്കിലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 2 ഉരുളക്കിഴങ്ങ് ഇങ്ങനെ സ്ക്വയർ ആക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യം ഒരു തക്കാളി. ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇനി ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നമ്മൾ നല്ല നാടൻ രീതിയിലുള്ള ഒരു കറി ആയതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരണം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് നമ്മുടെ ഓൾ സ്പൈസസ് ആണ് ഇട്ട് കൊടുക്കാനുള്ളത്. അപ്പോൾ സ്പൈസസ് ആയിട്ട് ഞാനിവിടെ ഒരു 1/2 ടീസ്പൂണോളം നമ്മുടെ ഫെന്നൽ സീഡ് അല്ലെങ്കിൽ നമ്മുടെ പെരിഞ്ജീരകം, അതേപോലെ തന്നെ കരിയാമ്പൂ ഒരു 5 എണ്ണം, ഒരു 3 ഏലക്കായും, പിന്നെ ഒരു 2 ബേ ലീഫ്, ഇത്രയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ സ്പൈസസ് ഒക്കെ നല്ല പോലെ ഒന്ന് മൂത്ത് നല്ല പോലൊരു സ്മെല്ല് വരണം. അതുവരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ സ്പൈസസ് ഒക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും 1 ടേബിൾ സ്പൂൺ എന്ന കണക്കിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതേപോലെ തന്നെ ഒന്ന് മൂത്ത് വരണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടിയും അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ടാണ് ഞാൻ 2 എണ്ണം എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ പച്ചമുളക് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ പച്ചമുളകും കൂടി ഒന്ന് സോട്ടായി വരുമ്പോൾ അതിലേക്ക് ബാക്കി ഐറ്റംസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. പച്ചമുളക് നല്ലപോലെ ഒന്ന് മിക്സായി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോളയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി സബോള ഒന്ന് വഴട്ടിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇപ്പം തന്നെ. അപ്പോൾ നമുക്ക് സബോള പെട്ടെന്ന് വഴണ്ട് കിട്ടും അല്ലേ. അപ്പോൾ സബോള നല്ലപോലെ ഒന്ന് വഴട്ടിയെടുക്കണം. അപ്പോൾ ഈ ഒരു പരുവായി കഴിഞ്ഞാൽ, ഇപ്പോൾ സബോള അത്യാവശ്യത്തിന് വഴണ്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവായി കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പം ഞാൻ ആദ്യം തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. ഒപ്പം തന്നെ ഒരു 1.5 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി അത്യാവശ്യം എരിവുള്ള മുളക് പൊടി തന്നെയാണ്. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ ഇതിലേക്ക് കുറച്ച് നമ്മുടെ ചിക്കൻ മസാലയോ അല്ലെങ്കിൽ മീറ്റ് മസാലയോ ഏതെങ്കിലും ഒരു മസാലപ്പൊടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ മീറ്റ് മസാലയാണ് ഒരു 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തത് കേട്ടോ. അത് ഇതിൽ കാണിക്കാൻ ഞാൻ വിട്ടുപോയി. അപ്പം അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് മൂപ്പിച്ച് ആ പൊടികളുടെ പച്ചമണം ഒന്ന് മാറി വരുമ്പോൾ അതിലേക്ക് എന്ത് ചെയ്യുക, തക്കാളിയാണ് ഇട്ട് കൊടുത്തത്. ഇനി തക്കാളി ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ തക്കാളി ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് മൂടി വെച്ച് വേവിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അതേ തക്കാളി നല്ല പോലെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ തക്കാളി പെട്ടെന്ന് തന്നെ കുക്കായിക്കോളും. അടി പിടിക്കാതിരിക്കാനാണ് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചത്. ഇനിയിപ്പോൾ അതേ കുക്കായതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു 1/2 കപ്പും കൂടി വെള്ളം ചേർത്തിട്ട് നമ്മുടെ ഗ്രേവി ഒന്ന് തിക്കാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ തക്കാളി വേവിക്കുന്നതിന് മുന്നേ തന്നെ ആയിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ പൊടികളൊക്കെ ആഡ് ചെയ്തിട്ട്. അതിനുശേഷം തക്കാളി വെന്തതിന് ശേഷം കൂടി ഞാൻ കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് ആ മസാല ഒന്ന് തിക്കാക്കി എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ഉരുളക്കിഴങ്ങ് അതിലേക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഉരുളക്കിഴങ്ങ് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അപ്പം തന്നെ നമ്മൾ അതിലേക്ക് കോളിഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം അത് രണ്ടും നല്ല പോലെ ഒന്ന് ആ മസാലയിലൊന്ന് ഇളക്കി കൊടുക്കുക, അത്രേ വേണ്ടൂ. വേറെ അതിലൊന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ആ ഉരുളക്കിഴങ്ങും അതേപോലെ തന്നെ കോളിഫ്ലവറും ഒന്ന് വെന്ത് കിട്ടാൻ ആവശ്യത്തിനുള്ള വെള്ളം, ഞാനിപ്പോൾ ഏറെക്കുറെ നമ്മുടെ കോളിഫ്ലവറും ഉരുളക്കിഴങ്ങും മൂടി നിൽക്കത്തക്ക വെള്ളമാണ് അതിലേക്ക് ഒഴിച്ചിട്ടുള്ളത് കേട്ടോ.
അപ്പോൾ അത്രയും വെള്ളം ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഈ സമയത്ത് അതിൽ ആവശ്യത്തിനുള്ള ഉപ്പോ അല്ലെങ്കിൽ എരിവോ എന്തെങ്കിലും കുറവുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ നമ്മൾ ഈ സമയത്ത് കുറവുണ്ടെങ്കിൽ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. എരിവ് കുറവാണെങ്കിൽ കുറച്ചും കൂടി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മൂടി വെച്ച് വേവിക്കണം. അതിനു മുന്നേ ഞാൻ അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് തിളച്ച് വരുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ കുറച്ച് നേരം നമുക്കിതൊന്ന് കവർ ചെയ്ത് വെക്കാം. അതിനുശേഷം ഞാനിതേ കുറച്ച് സമയം ഒരു 15 മിനിറ്റിന് ശേഷം ഓപ്പൺ ചെയ്തപ്പോൾ നമ്മുടെ കോളിഫ്ലവർ ഒക്കെ അത്യാവശ്യത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് വെന്തോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഞാനതൊന്ന് ആ സ്പാറ്റിൽ യൂസ് ചെയ്തിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്യാൻ പറ്റുമോ നോക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേ ഇതിൽ കുറച്ച് ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കോളിഫ്ലവർ ജസ്റ്റ് ഒന്ന് അമർത്തി നോക്കുകയാണ്. അപ്പം നമുക്കറിയാം അതൊന്ന് വെന്തിട്ടുണ്ടെങ്കിൽ നല്ല പോലെ ഒന്ന് പൊടിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല പോലെ പൊടിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ കോളിഫ്ലവർ ഒക്കെ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് കുറച്ച് കോൺഫ്ലവർ, ഞാനിപ്പോൾ വളരെ കുറച്ച് കോൺഫ്ലവറിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. ഒരുപാട് കോൺഫ്ലവർ കലക്കണ്ട. ഒരു 1/2 ടീസ്പൂൺ കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് ഞാൻ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. നമ്മുടെ ഗ്രേവി ഒന്ന് തിക്കായി കിട്ടാൻ വേണ്ടിയിട്ട്, ഒന്ന് കുറുകി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളി കോളിഫ്ലവർ മസാല റെഡിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.